ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻകറിയാണ്. നമുക്ക് ഈ ചാറ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അങ്ങനെ വേണ്ടി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ കൂടിപ്പോലെ കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പം ഒരു 10 ചുമന്നുള്ളി ഉണ്ടല്ലോ, 10 ചുമന്നുള്ളിയും കൂടെ ചേർത്തിട്ട്, ചുമന്നുള്ളി നല്ല കൂട്ടൊന്ന് വരണ്ട് കിട്ടണം കേട്ടോ. നമ്മൾ ചുമന്നുള്ളി തന്നെ ചേർക്കണം. ചുമന്നുള്ളി ചേർക്കുമ്പോഴാണ് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ചുമന്നുള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, എരിവുള്ളത്, അതൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതായത് വലിയ ജീരകമില്ലേ, അത് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്തൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഗ്യാസിൻ്റെ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. പൊടികളൊക്കെ കരിയാതെ വേണം നമ്മളൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. അങ്ങനെ പൊടികളൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊരു 2 തക്കാളിക്ക ഉണ്ടല്ലോ, 2 തക്കാളിക്ക നല്ല പേസ്റ്റ് പോലെ അരച്ചതാണ്, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി നല്ല കൂട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ തക്കാളിക്ക ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കറി നല്ല കുറുകി, നമുക്ക് നല്ല പൊടികൾ ഒരുപാട് ചേർത്തില്ലെങ്കിലും നല്ല കുറുകുറാന്നുള്ള ചാറ് കിട്ടും. അങ്ങനെ നമ്മുടെ തക്കാളിക്കായ്ക്കകത്തെ കണ്ടോ എണ്ണയൊക്കെ നല്ല കൂട്ടൊന്ന് തെളിഞ്ഞ് ആ തക്കാളിക്കൊക്കെ പച്ചമണമൊക്കെ മാറി ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കരിയാപ്പില ഉണ്ടല്ലോ, കരിയാപ്പില, പച്ചമുളക് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കരിയാപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കൊടംപുളി ഉണ്ടല്ലോ, കൊടംപുളി ഒരു 3 കൊടംപുളി എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ ആ വെള്ളത്തോട് കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ കണ്ടോ നമ്മുടെ ആ ചാറിൻ്റെ ആ ഒരു ഗ്രേവി ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഗ്രേവി തന്നെയാണ് കേട്ടോ ഈ മീൻ കറിയിലത്തെ. അങ്ങനെ നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല തിളച്ച ചൂടുള്ള വെള്ളം ഉണ്ടല്ലോ, നല്ല തിളച്ച ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് കറിക്ക് എത്രയും ചാറ് വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തേക്കുന്ന മീനാണ് തുണ്ടമീൻ. ഞാനിത് വെള്ള നിറത്തിലെ തുണ്ടമീനാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ മീനിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ നമ്മൾ മീനും കൂടെ ഒന്ന് ചൂടായപ്പോഴത്തേനും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ കഷ്ണങ്ങൾ ഓരോന്നും നമ്മൾ പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മീൻ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. നമുക്ക് ഏത് മീനും നമുക്ക് ഈ രീതി കറി വെച്ചെടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ചൂരമീനൊക്കെ ആണേലും അങ്ങനെ ഏത് മീൻ വേണേലും നമുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പിടാനായിട്ട് മറക്കരുത് കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് നമുക്ക് ഉപ്പൊക്കെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഈ സമയത്ത് തന്നെ ഉണ്ടല്ലോ ഗ്യാസിൻ്റെ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറിയൊക്കെ ചാറൊക്കെ ഏകദേശം കുറുകി ചാറൊക്കെ നല്ല പറ്റിയതുപോലെ വരും കേട്ടോ. എന്നാൽ ഒരുപാട് ചാറും കാണത്തില്ല, എന്നാൽ ഒരുവിധം ചാറും കാണും. ആ ഒരു രീതി നല്ല കുറുകിയ ചാറോട് കൂടിയുണ്ടല്ലോ, അങ്ങനെയാണ് നമുക്ക് ഈ കറി സെറ്റായി കിട്ടുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ കറിക്ക്. അപ്പം നമ്മുടെ മീൻ കറി ഇതേണ്ടേ നല്ല അടിപൊളിയായിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് ദേ ചാറൊക്കെ നല്ല കൂട്ട് കുറുകിയിട്ട് ആ എണ്ണയൊക്കെ കണ്ടോ മേളിലൊന്ന് തെളിഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ട്. അസാധ്യ രുചിയിലുള്ള ഒരു മീൻകറി തന്നെയാണ് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇത് നിങ്ങളെല്ലാം ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും കൂടി ഇടണം കേട്ടോ. കമൻറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും കാണുന്നവർക്കാണേലും ഇത് ചെയ്ത് നോക്കാനായിട്ടൊരു ഇഷ്ടം തോന്നും. അപ്പോൾ കണ്ടോ നല്ല ഗ്രേവിയൊക്കെ അടിപൊളി. ഇതാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തുകൊണ്ട് അത്യാവശ്യം എരിവും പുളിയും എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേണ്ട ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന് കറി ഒന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോമ്പുള്ളത് കൊണ്ട് തന്നെ കറി ടേസ്റ്റ് ചെയ്തൊന്നും ഇപ്പോൾ കാണിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കും.